ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണി സമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു മോർണിംഗ് വൈബ്സ്. യെസ്, ഒരു 5:30 ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ 6 മണിയായി. ഈ ഒരു സമയം ഈ റോഡൊക്കെ എത്ര ശാന്തസുന്ദരമായി കിടക്കുന്നു. റോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബഹളമൊന്നും ഉണ്ടാവില്ല, കച്ചവടക്കാരൊന്നും സജീവമായിട്ടുണ്ടാവില്ല. കുറച്ച് ക്ഷേത്രത്തിൽ പോകാനുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലും റോഡിലൊക്കെ ഉണ്ടാവുക. നമ്മുടെ ഇവിടെ റോഡ് പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഇച്ചിരി കൂടെ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ടൊക്കെ നല്ലതായിട്ട് റെഡിയായി വരികയാണ്. ഈ പോസ്റ്റ് ലൈൻസ് എല്ലാം മാറി കേട്ടോ, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട്. എത്ര അടുത്താണ് നമ്മുടെ ക്ഷേത്രം, നടന്നങ്ങോട്ട് ഇറങ്ങിയാൽ മതി. കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഓഹോ, നല്ല സമയം, രാവിലെ സമയം. ഇത് കുറച്ച് കഴിഞ്ഞ് 9 മണി കഴിഞ്ഞ് ഇവിടെ കയറി നടക്കാനേ പറ്റില്ല കേട്ടോ. ഇതാണ് ഫേമസ് രാമചന്ദ്ര സ്ട്രീറ്റ്. നോക്കിയേ, വഴിയോര കച്ചവടക്കാരും കടകളും എല്ലാം കൊണ്ട് ഇവിടെ കുറച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഇതുവഴി നടന്നാൽ അറിയാം. ഇത് ഇവിടെയൊക്കെ ചവറ് കിടക്കുന്നു. നോക്കിയേ, ഇതെല്ലാം ഫുൾ ബിസി സ്ട്രീറ്റാകും. പരിസരത്തെത്തി. ഓക്കെ, എന്ത് മനോഹരമല്ലേ രാവിലത്തെ കാഴ്ച. ഇവിടെ എല്ലാം വഴിയോര കച്ചവടക്കാരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഇത്ര രാവിലെ ഇത് കുങ്കുമമൊക്കെ കൊണ്ടുവച്ച് അവരിങ്ങനെ ഓപ്പൺ ആകുന്നു. ഇവിടെ നിന്ന് നോക്കിയേ, ഫസ്റ്റ് ലുക്ക്. ഇത് ഭംഗിയല്ലേ ഭഗവാനെ, പത്മനാഭസ്വാമി കുളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് നോക്കിയേ, കുങ്കുമം. രാവിലെ എത്തിയല്ലേ നിങ്ങളെല്ലാം? ഇത്ര രാവിലെ തുടങ്ങുമോ? ഓ അയ്യോ, എവിടെ നിന്നാണ് വരുന്നേ? ആ, അവിടെയാണോ വീട്? ഓ അത് ശരി, രാവിലെ തന്നെ എത്തും അല്ലേ? അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദൈവമേ, എത്ര മനോഹരമായ കാഴ്ച. ഭഗവാനെ ഇങ്ങനെ, ഇത് കിഴക്കേ നട. ഈ സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. എന്തായാലും ആ ഭാഗത്തേക്ക് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചേച്ചൊക്കെ വരാം. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്, ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവും. എൻ്റെ വീടിൻ്റെ വളരെ അടുത്ത്, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്, ഈ പത്മതീർത്ഥ കുളവും. എന്ത് രസമാണ്. നേരെ കാണുന്ന കിഴക്കേ കോട്ടയാണ് കോട്ട. അത് കഴിഞ്ഞാൽ ചാലേ ബസാർ, സ്ട്രെയിറ്റ് ആണ് അതെല്ലാം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരാളെ കാണുന്നു. പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ ബന്ധുക്കളാണെന്ന് പറഞ്ഞു, ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹം അല്ലേ, അദ്ദേഹം ഞങ്ങളുടെ അച്ഛൻ്റെ ബന്ധുവാണ്, ആ സൈഡാണ് കോലിയക്കോട്. അപ്പോൾ ഈ ഷോപ്പ് ഒരു 10 years ആയിട്ടാണ്. അപ്പോൾ എനിക്കൊരു സമ്മാനം തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് പത്മനാഭസ്വാമിയുടെ തന്നെ ഒരു പിക്ചറാണ്. സോ നൈസ്, താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഭഗവാന്റെ പല പല രൂപങ്ങളാണ്. ഇവിടെ എല്ലാം കണ്ടോ. ഇത് കുതിരമാളികയിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലാണിത്. ഇത് കണ്ടോ, മ്യൂറലൊക്കെ ആയിട്ട്. വള്ളം, ഈ കേരളത്തിൻ്റെ തനതായ കാര്യങ്ങളെല്ലാം കൊണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുപോകും അല്ലേ, ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ. ഇപ്പോൾ ഗസ്റ്റ്, നമ്മൾ ഏതെങ്കിലും ചീഫ് ഗസ്റ്റിനൊക്കെ വിളിക്കുന്ന ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇങ്ങനത്തെ. ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇത് നോക്കിയേ, കുതിരമാളിക എന്ന് പറയുന്ന ഏറ്റവും കാണേണ്ട സ്ഥലമാണ്, പാലസ് മ്യൂസിയം എല്ലാം. ഇത് 100 rupees എൻട്രൻസ് ഫീ. അപ്പോൾ ഇവിടെ വരുന്ന തീർത്ഥാടകരെല്ലാം ഈ എൻട്രൻസ് വഴിയാണ് കുതിരമാളികയ്ക്കകത്തേക്ക് പോകുന്നത്. പുത്തൻ
പുത്തൻ മാളിക പാലസ് എന്ന് എഴുതിയിട്ടുണ്ട് മ്യൂസിയം. പക്ഷേ നമുക്ക് ഈ വേറൊരു എൻട്രൻസ് ഉണ്ട് അപ്പുറത്തെ സൈഡിലൂടെ. നമുക്ക് ആ റോഡിൽ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് അതുവഴി നമുക്ക് പുത്തൻ മാളിക, അതായത് കുതിരമാളികയിലും കൂടെ പോയി ഒന്ന് കാണാം. പിന്നെന്താ, താങ്ക് യു. ഓക്കെ, പോയിട്ട് ശരി. ഇതുപോലെയുള്ള സ്നേഹമൊക്കെ നമ്മളിങ്ങനെ തൊട്ടറിയുന്ന ഒരു വലിയ സന്തോഷമാണ് കേട്ടോ ശരിക്കും. ഇതിവിടെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു ആനയാണ് കേട്ടോ, കല്ലാന. ഇവിടെ കുറച്ചുകൂടെ താഴെയായിരുന്നു. ഇവിടെ എല്ലാം റിനോവേഷൻ, ഈ റോഡ് പരിപാടിയെല്ലാം വന്നപ്പോൾ ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി. ഇങ്ങനെ റോഡിലാണ് ഇങ്ങനെ ചെറിയ ആനയായിട്ട് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ ആനേനെ. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ അവിടെ സാമ്പ്രാണിയൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ആനയെ കാണാമായിരുന്നു റോഡ് സൈഡിൽ. മീനിന് ഭക്ഷണം തന്നോളൂ, രണ്ടുപേരും തന്നോളൂ ഓരോന്ന്. 20 റുപ്പീസ് ഉള്ളി ഒരു ബൗളിന്. മലര് 40 രൂപ അല്ലേ? ഓക്കെ, അവിടെയും കൂടെ ചേർത്ത് എല്ലാം ഇരിക്കട്ടെ, തരാം. ഓ ഇവിടെ എല്ലാ ഫിഷും ഉണ്ടോ? സിലോപ്പിയ, കട്ടള, കരിമീനുണ്ടോ? വലിയ മീനും ഉണ്ട് അല്ലേ? പക്ഷെ മീനിനൊന്നും ഇപ്പോൾ പിടിക്കില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, തീർത്ഥാടകർ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. മീനൂട്ട്, ഓക്കെ. വലിയ വലിയ മീനാണല്ലോ. ആണല്ലേ? അയ്യോ, വലുതല്ലേ? ആ, വർഷത്തിൽ ഒരിക്കൽ പോലും പിടിക്കില്ലേ? ആണോ? 15 വർഷം മുന്നേ ആയിരുന്നല്ലേ ലേല? ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പം മീനിന് അങ്ങനെ ഇല്ല കേട്ടോ, കൊടുക്കുന്നില്ല. അതേ നിറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നുണ്ട്. ചാവുന്ന മീനിനെ കുഴിച്ചിടുവാണോ ചെയ്യുന്നത്? ഓ, മരിക്കുന്ന മീനിനെല്ലാം കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ദൈവമേ, നോക്കിയേ, കളക്ഷൻ ഓഫ് ഫിഷ്. ഇതിപ്പോൾ ഞാൻ രാവിലെ സമയം ആയതുകൊണ്ട് ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ദീപാരാധനയുടെയൊക്കെ സമയമാണ്. ഇപ്പോൾ ഇവരുടെ വയറ് നിറഞ്ഞിട്ടില്ല, അധികം ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഏളിയാണ്, അത് കാരണം നിറച്ച് കഴിക്കാനായിട്ട് ആൾക്കാരെ കിട്ടും. ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ രക്ഷയില്ല, ഇവരുടെ എല്ലാം വയറ് നിറയും, എല്ലാവരുടെയും ഭക്ഷണം കിട്ടിയിട്ട്. കുറയ്ക്കുന്നില്ല, അവർക്ക് പിന്നെയും വേണം, വിശക്കുന്നു. ലാസ്റ്റ് ബൗൾ വാങ്ങിച്ചു. അങ്ങനെ 5 ബൗൾ. ഇവരുടെ എണ്ണം കൂടി വരിക. അവരെല്ലാവരും ഈ സൈഡിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്, കണ്ടില്ലേ? വന്നോളൂ കുഞ്ഞുങ്ങളെ, വന്നോളൂ. എല്ലാവർക്കും തരുന്നുണ്ട്. എന്ത് ക്യൂട്ട്. യെസ്, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞാൽ ഇതേ അങ്ങോട്ട് പോയപ്പോൾ ഷോപ്സ് ഒന്നും ഇല്ല. നീ വഴിയോര കച്ചവടം ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കുഞ്ഞു ഷോപ്പിംഗ് ചെയ്ത് പോകാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ പൂ വാങ്ങിക്കാനായിട്ട്. എങ്ങനെ വില ഒരു മുഴം? ഓ, ഒരു മുഴത്തിന് 80. ഓക്കെ, ഒരു മുഴം എടുക്കൂ. മുല്ലപ്പൂവാണ്. സീസൺ സ്ലൈഡും ഉണ്ടല്ലേ എല്ലാം. പിന്നെ വിത്ത് സ്ലൈഡാണ്. ആ, ഓ, വളരെ യാദൃശ്യമായ ഒരാളെ കാണുന്നു. ഇതാണ് നമ്മുടെ രാധാമണി സിസ്റ്റർ. നേരത്തെ ഉള്ള വ്ളോഗ് കണ്ടവർക്കറിയാം. ഞാൻ ഈ വാസ്തവവിലാസം നഴ്സിംഗ് ഹോമിൽ പോകുമ്പോൾ രാധാമണി സിസ്റ്ററാണ് എന്നെ മറ്റേ ആയുർവേദ മസാജൊക്കെ ചെയ്യുന്ന ആൾ. അതെ, നമ്മൾ ആയുർവേദ വാസ്തവവിലാസത്തിൻ്റെ പരിസരത്താണ്. രാവിലെ ഡ്യൂട്ടിക്ക് ഓടി പോവാണ്, ഞാൻ പിടിച്ച് നിർത്തിയിരിക്കുവാണ്. വരുന്നുണ്ട് അധികം താമസിക്കാതെ. ഓക്കെ, കർക്കിടകത്തിലാണ് വരേണ്ടത്, ഇനി അല്ലാതെ വരാം. ഇങ്ങോട്ട് വന്നപ്പോൾ പൂവില്ല, അങ്ങോട്ട് പൂവൊക്കെ ആയിട്ട് പോവാണ്. തിരക്ക് കണ്ടോ? ഇപ്പോൾ നമ്മൾ വന്ന റോഡിലൂടെ തിരിച്ച് നടക്കുകയാണ്. ഒരുപാട് പരിചയക്കാർ ഇവിടെയുള്ള ആൾക്കാരല്ല, കൂടുതലും തൃശ്ശൂർ, കണ്ണൂർ, പല ഭാഗത്തുനിന്നും ഈ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് വന്ന് പ്രാർത്ഥിച്ച് പോകുന്നു. ഇവിടെ വേറെയും കുറേ അമ്പലങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾ. അവിടെ കൊച്ചു ഗണപതി ആശ്രമം, ശ്രീകൃഷ്ണ ഭഗവാന്റെ, ഇവിടെ നവഗ്രഹം, ഹനുമാരസ്വാമി ഒന്ന് തൊഴുതേച്ച് പോകാം.
കുറച്ച് പ്രസാദം കിട്ടി, അവല്, പഴം. ഇത് ഗണപതി, മഹാഗണപതി. ഈ ക്ഷേത്രങ്ങളെല്ലാം എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിൻ്റെ ഭാഗമാണ്. എനിക്കൊരു 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ പരിസരത്ത് താമസിക്കാൻ എത്തുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ വീട് വാങ്ങുന്നത് അച്ഛനും അമ്മയും. ആ കാലം തൊട്ട് ഈ ക്ഷേത്രവും ഈ പരിസരവും എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ്. അമ്മയുടെ കൂടെ എല്ലാം ഇവിടെ എത്ര പ്രാവശ്യം ഈ ക്ഷേത്രങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു. അവിടെ ഈ കുളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ശിവഭഗവാനുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ്. അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് പോയി. പത്മതീർത്ഥക്കരയിലെ കുളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ക്ഷേത്രമാണിത്. ശിവഭഗവാനും പാർവതി സമേതനായിട്ട് ഒരു കുടുംബമായിട്ട് ആണ് ഇവിടുത്തെ മുരുകൻ എല്ലാവരും കൂടി ഉള്ളൊരു ക്ഷേത്രമാണ്. ഭയങ്കര ഫേമസ് ആണിത്. പത്മതീർത്ഥക്കര ശിവപാർവതി ക്ഷേത്രം, അവിടെ മുരുകഭവൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടുത്തെ പ്രസാദവും കിട്ടി. ഭസ്മം, കുങ്കുമം, ചന്ദനം. ഇവിടെ നെയ്വിളക്ക്, പിന്നെന്താ കൂവളം തില, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത് നേർച്ചയായിട്ട്. ഇവിടെ ഫുൾ ഷോപ്സാണ് കേട്ടോ. തുറന്നു വരുന്നേ ഉള്ളൂ. എങ്കിലും ഇപ്പം സമയം ഒരു 7:45 ഇതാണ് രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് ഒക്കെ ഉള്ള സ്ട്രീറ്റാണ്. അവർക്ക് തന്നെ കുറേ കടയുണ്ട്, അല്ലാണ്ട് കുറേ ഷോപ്സ് ഉണ്ട്. ഇത് വൈകുന്നേരം ഒന്ന് വന്ന് നോക്കാം, ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഓണ സമയത്തൊക്കെ ഇവിടെ കാല് കുത്താൻ പറ്റില്ല, വൈകുന്നേരങ്ങളിൽ അത്ര ക്രൗഡാണ്. അങ്ങനെ നമ്മുടെ വീടെത്തി. അതെ, നിത്യകല്യാടി പൂത്തതും നമ്മുടെ സ്വന്തം സ്ഥലം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു 7:45 സമയമായിട്ടുള്ളൂ ഞാൻ പറയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുതിരമാളിക 8:30 മണി കഴിഞ്ഞിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അകത്ത് കയറാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുതിരമാളിക കാണാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീട്ടിനകത്തേക്ക് ഇവിടെ എല്ലാവരും ഉണർന്നു വരുന്നതേ ഉള്ളൂ. യെസ്, എന്തായാലും രാവിലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇതിപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞല്ലോ, രാവിലെ പോയതാണ്, പെട്ടെന്ന് തിരിച്ചു വന്നു. 8:30 മുമ്പ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും പോകണം. അതിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, കുതിരമാളിക. അത് 9:30 കഴിഞ്ഞ് ചെന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. 9:30-10 മണി കഴിഞ്ഞിട്ട് ചെന്നാൽ മതി, അപ്പോഴേ അതൊക്കെ ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും അതേ വേഷം തന്നെ ഇട്ടിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ആ സെറ്റും കൊണ്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കാര്യം, ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് ഒരു വലിയ ഉരുളക്കിഴങ്ങ്, അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി വേവിച്ചാണ്. ഇത് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ദോശയും അതിൻ്റെ കൂടെ തട്ടിക്കൂട്ടൊരു ചട്നി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നൊരു കാര്യം, അത്രേ ഉള്ളൂ. വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതൊരു വലുതായിരുന്നു. ദോശ പൊളിക്കാനൊന്നുമുള്ള സമയമില്ലല്ലോ, അപ്പം എന്താ ചെയ്യേണ്ടത്, ഒരു 1/2 കപ്പ് തൈര്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പായാലും മതി. 1.25 കപ്പ് അരിപ്പൊടി. ഇനി ആദ്യം ഒന്ന് അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ബാക്കി അരയ്ക്കുക. ആവശ്യാനുസരണം വെള്ളം. ഒരു കാര്യം കൂടി ചേർക്കാം, അതായത് ഞാൻ ഇതിപ്പോൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. 1 കപ്പ് വെള്ളാവല, 1 കപ്പുണ്ട്, അത് ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതേ ഉള്ളൂ. നല്ല ഫ്ലഫി ബാറ്റർ ഇസ് റെഡി. ഓക്കെ, ഇനി ഇതിൽ ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് അതിനോടൊപ്പം വെള്ളം കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കുന്ന വെള്ളം കഴിഞ്ഞിട്ട് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടൊന്നു അരയ്ക്കാം, എത്ര ഉള്ളൂ. നല്ല ഫ്ലഫി ബാറ്റർ ഇസ് റെഡി. ഇത്ര പെട്ടെന്നാണല്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇത് എളുപ്പം ചെയ്യാൻ പറ്റിയ ദോശയാണ്. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
പാകത്തിനുള്ള ഉപ്പ്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. പിന്നെ എന്താ പറയുക, ജാറ് കഴുകി ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു. വീണ്ടും വെള്ളം ചേർക്കുന്നു. ദോശമാവിൻ്റെ അയവിലേക്ക് മാറ്റാം. കല്ല് ചൂടായി തുടങ്ങി. ഇച്ചിരി എണ്ണ തടവുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും. നല്ല എന്താ പറയുക, ബബിൾസ് ഒക്കെ വരുന്നതാണെന്ന് അറിയാലോ. നല്ല ഫെർമെൻറ്റഡ് ബാറ്റർ പോലെ സെറ്റായി വരും. ഒരുപാട് തിൻ ദോശ ഉണ്ടാക്കണ്ട, കുറച്ചൊരു സാധാരണ നോർമൽ ദോശ ഉണ്ടാക്കിയാൽ മതി. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നേ ഉള്ളൂ. സാധാരണ ഒരു ദോശ പോലെ തന്നെ കാണാനും അതുപോലെ ഏകദേശം അതുപോലത്തെ ഒരു ടേസ്റ്റുമാണ്. ഇത് വേറെ കുറച്ചൊരു ഡിഫറെൻ്റ്, ഒരു നല്ലൊരു ടേസ്റ്റാണ്. ആർക്കും മനസ്സിലാവില്ല ഇത് അരി ഉഴുന്നും ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശയല്ല എന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ മറു സൈഡും പാകത്തിന് ആയിട്ട് കഴിഞ്ഞു. യെസ്, അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പരത്താണ്ട് ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് തന്നെ സ്പ്രെഡ് ആകും. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് കല്ല് ഭയങ്കര ചൂടായിരിക്കുകയാണെങ്കിൽ വെറുതെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി, സ്വന്തമായിട്ട് സ്പ്രെഡായി വരും. അല്ലാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീ കുറഞ്ഞിരിക്കുന്ന സമയത്ത് കല്ലിന് ചൂട് കുറവാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പരത്താൻ പറ്റും, അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ വേണമെന്നില്ല. നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചെറിയൊരു ചട്നി സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്തേക്ക് മുളക് പൊടിയും കൂടി ചേർക്കും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചത്. ഇതിന് പച്ചമുളകുണ്ട്, അത് കൂടാതെയാണ് ഇപ്പോൾ മുളക് പൊടി ചേർത്തത്. അത് ആവശ്യാനുസരണം. പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടി ചേർക്കും. ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. 1 ടീസ്പൂൺ മുളകാണ് ചേർത്ത്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നു. ഇനി കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ചട്നി ഈസ് റെഡി. തട്ടിക്കൂട്ട് ചട്നി. രണ്ടാമത്തെ ദോശയും അപ്പോൾ ഇതിൻ്റെ ചൂട് ക്രമീകരിക്കുക, കൂട്ടുക കുറയ്ക്കുക. കല്ല് ഒരുപാട് ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ കോരി ഒഴിക്കുന്ന സമയത്ത് തീ കുറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂട്ടി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ദോശ ഈസ് ഗെറ്റിംഗ് റെഡി. നമ്മുടെ ചട്നി നോക്ക്, സലാഡ് പോലെ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ നിറച്ചൊഴിക്കുക, 2 ടേബിൾ സ്പൂണെങ്കിലും ഒഴിക്കുന്നത് നല്ലത്. അതിൻ്റെ സൈഡിൽ വയ്ക്കാം. ഇങ്ങനെ ഇച്ചിരി മുക്കി കഴിക്കില്ല, അതിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ആ ഉള്ളിയും മുളകും എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ആഹാ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. തീ ഒരല്പം കുറയ്ക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ദോശ ഉണ്ടാക്കാൻ പറ്റും. കുറേ മാവുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി ഒന്ന് കഴിക്കുന്നത് കൂടി കാണാം. ഓക്കെ, ഇതാദ്യം ഉണ്ടാക്കിയ ദോശയാണ്. ദോശയുടെ സൈഡിലേക്ക് യെസ് ചട്നി. അപ്പോൾ ദോശയിലുള്ള ഒരു സൈഡിൽ നടക്കുന്നു, എൻ്റെ ആഹാരം കഴിക്കലും നടക്കുന്നു. ഇത് നോക്കിക്കോളൂ. ഇത് തൊടുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഊരി വരുന്ന പോലെ അത്ര സോഫ്റ്റാണ്. ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് എടുത്തിട്ട് ഒരു കടി കടിച്ചാൽ ഗംഭീരമായിരിക്കും. റോ ഒണിയൻ്റെ ടേസ്റ്റ്, അതായത് വഴട്ടാണ്ടല്ലേ നമ്മൾ ഉള്ളി ചേർത്തിരിക്കുന്നത്, അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും സൂപ്പർ, നല്ല കോമ്പിനേഷൻ.
ഈ ദോശ വളരെ സോഫ്റ്റാണ്, ഉണ്ടാക്കാൻ എന്ത് എളുപ്പമല്ലേ. ഈസി. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വേവിച്ച ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അരിപ്പൊടി അത് വേണം. അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ആകാം, എങ്ങനെ വേണേലും. യമ്മി. അപ്പം ഞാൻ ഇത് കുറച്ച് ദോശ കൂടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങണം. കുതിരമാളിക കാണാൻ പോകണം. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറച്ച് ചരിത്രം, ഓക്കെ, ചരിത്ര കാഴ്ച. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിച്ചെല്ലാം കഴിഞ്ഞു. കുതിരമാളികയുടെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞു. ഇതാണ് കുതിരമാളികയുടെ എക്സ്റ്റീരിയർ. വാവ്, സോ ബ്യൂട്ടിഫുൾ എക്സ്റ്റീരിയർ തന്നെ, എത്ര മനോഹരം. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ കുതിരമാളികയ്ക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഞാൻ ഒരുപാട് കാലമായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ്. തൊട്ടപ്പുറത്താണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്നോടൊപ്പം ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഒരു കൊട്ടാര സമുച്ചയത്തിൻ്റെ എല്ലാം ചാർജായിട്ടുള്ള മാനേജറായിട്ടുള്ള ശ്രീ ബാലചന്ദ്രൻ നായർ സാറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡയറക്ടർ പറഞ്ഞാൽ പ്രസാദ് സാറാണ്. പുള്ളിയെ ഞാൻ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് സേവ് ദ ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ. 5,000 റുപ്പീസ് അടച്ചാൽ 2 hours അല്ലേ, 2 മണിക്കൂർ, 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്യാനൊക്കെ പെർമിഷൻ കൊടുക്കും. അല്ലാണ്ട് ഷൂട്ടിങ്ങിന് അങ്ങനെ വേറെ കമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് അങ്ങനെ കൊടുക്കാറില്ല ജനറലി. പക്ഷേ ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു കുതിരമാളിക എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രാധാന്യം, ഇത് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്. പ്രധാനമായിട്ടും ഇത് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ വാസസ്ഥലമായിരുന്നു. അത് പ്രധാനമായിട്ട് അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം പക്ഷേ ഒരുപാട് കാലം ജീവിച്ചിരുന്ന ഒരു മഹാരാജാവല്ല. 33ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. പിന്നെ ഈ പില്ലേഴ്സിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിനൊന്നും നട്ടും ബോൾട്ടും ഒന്നുമില്ല. ഇത് വലിയ എന്താ പറയുക, സിംഗിൾ പീസ് ഗ്രാനൈറ്റ് കരിങ്കല്ല് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഈ ബേസിൽ വെച്ചിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ മുകളിൽ ഈ ഒരു മച്ചിലേക്ക് വെറുതെ ആ ഒരു കറക്റ്റ് അളവിന്, ആ രണ്ടിൻ്റെയും കറക്റ്റ് അളവിനനുസരിച്ചിട്ടുള്ള ഒറ്റ പീസ് സ്റ്റോണാണ്, ഗ്രാനൈറ്റ് പീസ്. ഇങ്ങനെ നല്ലതായിട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിനകത്ത് കാണുന്ന എല്ലാ പില്ലേഴ്സും അങ്ങനെ തന്നെയാണ്. ഓ, അതൊരു ഭയങ്കര സംഭവമാണ്. അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ, ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനൊക്കെ അവർക്കൊരു പ്രൊസിഷനാണ്. 95 ഗ്രാനൈറ്റ് പില്ലറാണ് ഇതിന്റെ ഗ്രൗണ്ട് സപ്പോർട്ട്, അകത്തും പുറത്തുമായിട്ട്. അത് ശരി, അത്രേ ഉള്ളൂ. ഈ 95 ഗ്രാനൈറ്റ് പില്ലർ ഈ കാണുന്നതൊക്കെ അതിന്റെ ഭാഗമാണ് അല്ലേ. ഇതെല്ലാം എണ്ണിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 95 പില്ലേഴ്സ് ഉണ്ടാകും. അതാണ് ഈ ഹോൾ കുതിരമാളിക ഗ്രൗണ്ട് സപ്പോർട്ട്. പിന്നെ ഈ റൂഫ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇൻട്രിക്കേറ്റ് വർക്ക്സ് ആണ് അല്ലേ, നല്ല കൊത്തുപണികളാണ്. ഇതെല്ലാം തടി തന്നെയല്ലേ, ഈട്ടിയും തേക്കും കൊണ്ടാണ് കംപ്ലീറ്റ് മച്ച് എല്ലാം ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ തറ സുർക്കി മിശ്രിതം. അതുപോലെ ഇതിന്റെ സീലിംഗ് മാഡം അതിൽ 16 മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. 16 മോഡൽ ഡിസൈൻ എവരി റൂം. ഓരോ റൂമും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാർവിങ്സ്. ഒന്നും മെഷീനില്ല, എല്ലാം ബൈ ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്ക് എത്ര നാളെടുത്തിട്ടായിരിക്കല്ലേ ചെയ്തത്. അതായത് ഓരോ റൂഫും ഡിഫറെന്റ് പാറ്റേൺ ആണ് അല്ലേ. ഈ കാണുന്ന പാറ്റേൺ അല്ല അകത്ത് കാണുന്നത്, ഡിഫറെന്റ് പാറ്റേണിൽ. ഇതൊക്കെ നോക്കൂ, എന്തോ അല്ലേ, കൈ കൊണ്ട് മാത്രം കൊത്തുപണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൊട്ടാരത്തിൽ വേറെ രാജാക്കന്മാരൊന്നും അങ്ങനെ താമസിച്ചിട്ടില്ല, സ്വാതി തിരുനാൾ മഹാരാജാവ് മാത്രം. കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് ഇതൊരു അത്രയും വലിയ ഓസ്പീഷ്യസ് ആയിട്ട് വിചാരിക്കുന്നില്ല. അതിന് വേറെയും കാരണങ്ങളുണ്ട്. ഇത് തെക്കോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സാധാരണയായിട്ട് തെക്കോട്ട് ഇങ്ങനെ പണിയാൻ പാടില്ല എന്നാണ് വാസ്തു പ്രകാരം പറയുന്നത്. പക്ഷേ മഹാരാജാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ കൊട്ടാരം അങ്ങനെ രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ തെക്കോട്ട് ഫേസ് ചെയ്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത്രയും ചെറുപ്പത്തിൽ അദ്ദേഹം ഇവിടെ താമസിച്ചിട്ട് മരിച്ചതെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് കൊണ്ട് പിന്നീടുള്ള രാജാക്കന്മാരൊന്നും ഇവിടെ താമസിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു 150ഓളം വർഷത്തോളം ഇത് അടച്ചു തന്നെ ഇട്ടിരുന്നു. 122 കുതിരകളുടെ ഈ എന്താ പറയുക കൊത്തുപണി ഉണ്ട് ഇവിടെ. തേക്കും തടി, അതാണ് ഇതിൻ്റെ റൂഫ് സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ആ കുതിരകളുടെ ഇതുകൊണ്ട് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ കുതിരമാളിക എന്ന പേര് വന്നത്. എല്ലാത്തിനും ഒരു കാര്യമുണ്ടല്ലോ അല്ലേ, ഒരു കാരണമില്ലാണ്ട് പറയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് ഒഴിഞ്ഞു കടന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ശരിക്കും ഒരു മ്യൂസിയം പോലെയാണ്. അകത്ത്
സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, അന്ന് കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയുള്ള ഗിഫ്റ്റുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ആനക്കൊമ്പുകൾ, അന്ന് തിരുവിതാംകൂറിൽ പ്രധാനപ്പെട്ട ആനകൾ ചരിയുന്ന സമയത്ത് അതിൻ്റെ കൊമ്പ് കട്ട് ചെയ്ത് രാജാക്കന്മാർക്ക് ഒതുക്കുന്ന സമ്മാനങ്ങൾ, സ്വാതി മഹാരാജൻ്റെ സിംഹാസനം, 25 ആനയുടെ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച സിംഹാസനമുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഇതിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ള കാര്യം. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഇതൊരു മ്യൂസിയം പോലെ അത്രയും കാര്യമായിട്ട് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂക്ഷിക്കുന്നുണ്ട്. ഇത് കൊട്ടാരം വകയാണ്. ഇപ്പോഴും പാലസ് ട്രസ്റ്റിൻ്റെ പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ, അവരാണ് ഞങ്ങളുടെ ദൈവം. അതെ, അവരാണ് ഇവരെല്ലാം ഇവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അത്രയും നന്നായിട്ട് സൂക്ഷിക്കുന്ന പാലസ് ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഭാഗമാണിത് കുതിരമാളിക. ലാസ്റ്റ് കോർണറിൽ ഒരു പീസ് തടിയിൽ ഒരു റിങ് ചെയ്തോളൂ. അന്നത്തെ ജസ്റ്റ് കാർപ്പൻ്റർ സിഗ്നേച്ചർ എന്നും പറഞ്ഞിട്ട് ഒരു മോതിരം അടിച്ചിട്ടുണ്ട്. ആണോ? അതാണ് അവരുടെ ഐഡന്റിറ്റി, ആര് ചെയ്തു എന്നുള്ളതിൻ്റെ. ഭയങ്കര സംഭവമാണ്. ഇത് നോക്കിയാൽ ഓരോ റൂഫിൻ്റെ ഓരോ തടിയിലും വ്യത്യസ്തമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പുറത്ത് എത്ര വെയിലുണ്ടെങ്കിലും ഇവിടെ നല്ല കൂളാണ് അല്ലേ, നല്ല കൂളായിട്ട്. കാര്യം അങ്ങനത്തെ വർക്കാണല്ലോ. തറയിലെ ആ ഒരു തണുപ്പും സുർക്കി മിശ്രിതം കൊണ്ടുള്ള തറയും കരിങ്കല്ലിൻ്റെ എല്ലാം പില്ലേഴ്സും മേളിൽ തടി കൊണ്ടുള്ള റൂഫും, ഇതൊക്കെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറയാം. വാസ്തവത്തിൽ നിങ്ങളിതെല്ലാം ഓപ്പണാക്കി എല്ലാവർക്കും കൂടി കാണാനായിട്ട് അലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ഭാഗ്യമാണ്. 7 days വർക്കിംഗ് ഡേ ആണ് ഇവിടെ. പുത്തൻമാളിക പാലസ് മ്യൂസിയം. ഇതാണ് കുതിരമാളികയ്ക്കുള്ളിലുള്ള മ്യൂസിയം ഏരിയ. വിസിറ്റിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ, തിങ്കളാഴ്ച വർക്കിംഗ് ആണ്. 9 മണി മുതൽ 12:30. അത് കഴിഞ്ഞിട്ട് 2 തൊട്ട്, അപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. 9 മണി തൊട്ട് 12:30 വരെയും 2 മണി തൊട്ട് 4:45 വരെയും ആണ് ടൈമിങ്. ഓക്കെ, 3000. ഓക്കെ, നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ്. ഇതിപ്പോഴത്തെ കവടിയാർ പാലസിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ. ഇപ്പോഴത്തെ ട്രാവൻകൂർ രാജകുടുംബം വസിക്കുന്ന സ്ഥലം. ഇത് കുതിരമാളിക, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഓക്കെ, ഫാമിലി ട്രീ, മഹാരാജാസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരമായ ഒരു ഹിസ്റ്ററിയാണ്. ഇത് മുഴുവൻ ചരിത്രമാണ്, ഓരോ രാജാക്കന്മാർ ആരെങ്കിലും. ഇത് റൂളേഴ്സ് ഓഫ് ട്രാവൻകൂറിൻ്റെ പിക്ചേഴ്സാണ്. അതായത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൊട്ട് കാർത്തിരുന്നാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ രാമവർമ്മ മഹാരാജാവ്, ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മയാണ്, നേരത്തെ മരിച്ചുപോയി. ആ അമ്മയുടെ അമ്മ, അതിൻ്റെ ഇതാണ് റീജൻറ്റ് മഹാറാണിയായിരുന്നു ഗൗരി പാർവതിബായി. സ്വാതി തിരുനാളിൻ്റെ വല്യമ്മ, സ്വാതി തിരുനാൾ മഹാരാജാവ്, ഉത്രാടം തിരുനാൾ, ആയില്യം തിരുനാൾ മഹാരാജാവ്. ആ ഓർഡറിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വിശാഖം തിരുനാൾ, മൂലം തിരുനാൾ, ഇത് സേതുലക്ഷ്മി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്, പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായി റീജൻറ്റ് മഹാറാണി, ചിത്ര തിരുനാൾ മഹാരാജാവ് ലാസ്റ്റ് രാജാവായിരുന്നു. അടുത്ത റൂമിലേക്ക് കയറുമ്പോൾ ഇതൊരു മ്യൂസിയമാണ് കേട്ടോ, അതിനകത്തേക്കാണ് പോകുന്നത്. ഇത് കംപ്ലീറ്റ് കഥകളിയിലെ ഫിഗേഴ്സാണ്. അതെല്ലാം ഈട്ടിയിൽ ഉണ്ടാക്കി നാച്ചുറൽ ഡൈസ് കൊണ്ട് ചെയ്തതാണ്. 100 yearsന് കൂടുതൽ പഴക്കമുണ്ട് ഇതിന്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പല്ലക്കുകളാണ്. ആനപ്പുറത്ത് അന്ന് രാജാവിൻ്റെ കുട്ടികൾ, അങ്ങനത്തെ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ രാജാക്കന്മാരുടെ കാലത്തുള്ള പല്ലക്കുകൾ. ഇത് വർഷങ്ങൾ പഴക്കമുള്ള മുറാനോ ഗ്ലാസ്സാണ്. കണ്ടില്ലേ, ഇറ്റലിയിൽ നിന്ന് വന്ന വെനീഷ്യൻ മൊറാനോ ഐലൻഡ്സിൽ നിന്ന് വന്ന ഗ്ലാസ്. ബെൽജിയം ക്രിസ്റ്റൽ ഷാൻഡലർ, മഹാരാജാവിൻ്റെ കാലത്ത് എല്ലാം അത് ക്യാൻഡിൽ വെച്ചിരുന്നു, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ റൺ ചെയ്യുന്നു. ഇത് പിടിയാനയുടെ അല്ലേ സെൻറ്റർ ഇരിക്കുന്ന പിടിയാനയുടെ കൊമ്പും, അല്ലാണ്ട് ഇത് ഏതോ ഒരു ആനയുടെ കൊമ്പാന്ന് പറഞ്ഞില്ലേ, ചന്ദ്രശേഖർ ആനയുടെ ചരിഞ്ഞപ്പോൾ ഉള്ള കൊമ്പെടുത്തിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വെനീഷ്യൻ ഗ്ലാസ്സസ് തന്നെയാണ്. ഈ റൂമിൽ കംപ്ലീറ്റ് ട്രാവൻകൂർ റോയൽ ഫാമിലിയിലേക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. ബെൽജിയം, യൂറോപ്പിൻ്റെ പല ഭാഗത്ത് അല്ലേ, ഇറ്റലി, ഫ്രാൻസ്. വാവ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നും തുടങ്ങി എല്ലാ രാജാക്കന്മാരുടെയും, കാർത്തിരുനാൾ രാമവർമ്മ മഹാരാജാവ്, ഇങ്ങനെ എല്ലാ രാജാക്കന്മാരുടെയും പോർട്രേറ്റ്സ്. മഹാരാജാവിൻ്റെ അമ്മ, ഇത് വല്യമ്മ, സ്വാതി തിരുനാൾ മഹാരാജാവ് ചെറുതിലെ ഇരുന്ന് കുട്ടിയായിട്ട്, ഇത് സ്വാതി തിരുനാൾ മഹാരാജാവ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയനുമായിട്ടുള്ളൊരു പിക്ചർ. ഇത് കംപ്ലീറ്റ് ചോള പീരീഡിലെ ബ്രോൺസ് സ്റ്റാച്യൂസ്, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ് ഇതിലെല്ലാം. ഇവിടെ വന്നാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റും.
എഗെയിൻ പിക്ചർ ഗാലറിയാണ് മഹാരാജാക്കന്മാരുടെ. ഇതാണ് ഇവിടുത്തെ നടുമുറ്റം, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് പഴയ കാലത്തെ നടുമുറ്റം. ഇത് നോക്കിക്കോളൂ, ഇതാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള. ഇതിപ്പോൾ ലൈറ്റ് വച്ചിരിക്കണമെന്നേ ഉള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ക്രിസ്റ്റൽ ത്രോൺ. ഇത് ഗിഫ്റ്റഡ് എവിടുന്ന് ചെക്കോസ്ലാവാക്കിയെന്ന് മഹാരാജാവിന് ഗിഫ്റ്റ് ചെയ്ത് കിട്ടിയാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക്. ഇത് സാൻഡൽവുഡിൽ ചെയ്ത ഈ ത്രോൺ 25 ആനയുടെ കൊമ്പ് കൊണ്ട് 4 സൈഡും കവർ ചെയ്ത് അതിലെ ഇൻട്രിക്കേറ്റ് വർക്ക്സ്. ഇതാണ് റീസെൻ്റ് ആയിട്ട് കിട്ടിയത്, കോലാപൂരിൽ നിന്നും ഇത് വന്നത്. ഇത് തോളി ചുമന്ന് വരുന്ന തൊട്ടില്. ഇത് എന്ത് ഇതിലാണ്? ആനക്കൊമ്പ്. ഓ, അതിൽ നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ റൂഫും ഓരോന്ന് പോലെ മച്ചൊക്കെ ഡിഫറെൻ്റാണ്, ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് 3D ഇഫക്റ്റിലെ ഒരു പെയിൻറ്റിംഗ് ആണ്, സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ. ഇത് മഹാറാണി സേതു ലക്ഷ്മി ഭായിയുടെ ഒരു പോർട്രേറ്റാണ്. റീജൻ്റ് ആയിരുന്നു കുറച്ചു കാലം, റീജൻ്റ് മഹാറാണിയുടെ സേതു ലക്ഷ്മി ഭായ്. കൊളച്ചൽ യുദ്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് അല്ലേ. അത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തെ കൊളച്ചൽ യുദ്ധത്തിൽ ഡെലനോയിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും പിടിച്ച് എടുത്ത ഇതാണ്, ആയുധങ്ങളാണ് റൈഫിൾ അന്നത്തെ കാലത്ത്. ഇനി അടുത്ത ഫ്ലോറിലേക്ക് കയറുന്നു. പഴയ ഗോവണി തടിയിലുള്ള പടിക്കെട്ടുകൾ കയറി പോകാം. കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ, മ്യൂസിയം ഏരിയ. വാവ്, എന്താ ഇത്! അയ്യോ, രക്ഷയില്ല. സീലിംഗ് നോക്കിയേ. ഇത് എന്തിലാ ചെയ്തിരിക്കുന്നത്? തടിയിൽ നാച്ചുറൽ വെജിറ്റബിൾ ഹെർബൽ ഡൈസ് ഉപയോഗിച്ചിട്ട് തടിയിൽ ചെയ്ത് തൂക്കുവിളക്ക്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ കൊളുത്തുണ്ടാവും. കണ്ടല്ലോ എന്ത് ബ്യൂട്ടിഫുള്ളാ. ഇതൊക്കെയാണ് ഇൻട്രിക്കേറ്റ് വർക്ക്സ്. അടുത്ത റൂമിലേക്ക് കയറുമ്പോൾ വേറൊരു ഡിസൈനാണ് റൂഫിൽ. കണ്ടല്ലോ, ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്ക്സാണ് തടിയിൽ. ഞാൻ ഒരുപാട് ഡീറ്റെയിലിങ്ങിന് പോകണില്ല, കാരണം ഒന്ന് ലെങ്തി ആകും, 2 നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. ജസ്റ്റ് ഒരു ഗ്ലിംസാണ് ഞാൻ തരുന്നത്. കളരിപ്പയറ്റിൻ്റെ ഒരു അതിൻ്റെയൊക്കെ വെപ്പൺസൊക്കെ വെച്ചിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്ന റൂം, വെപ്പൺ റൂം, അതിൻ്റെ എല്ലായിട്ടും എക്സിബിഷനാണ് ഇവിടെ. വാവ്, ഇവിടുത്തെ സീലിംഗ് നോക്കിയ ഗ്ലാസ് ആണ്. യെസ്, അടുത്ത മുറിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യുവാണ്. ഇത് പല സ്ഥലത്തുനിന്നും കിട്ടിയിരിക്കുന്ന ഗ്രീസ്, നേപ്പാൾ, ഓസ്ട്രേലിയ, ഇവിടെ നിന്നൊക്കെയുള്ള ഗിഫ്റ്റുകളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കളക്ഷൻ. മൃദംഗം, രുദ്രവീണ, തമ്പുര, സ്വരബത്ത്, അതിൻ്റെ എല്ലാം. ഇത് ശ്രീ രവിവർമ്മ പെയിൻറ്റിംഗ് ആണ്. സ്വാതി തിരുനാൾ ആസ് എ മ്യൂസിക് കമ്പോസർ ആയിരുന്നു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതെല്ലാം ഇവിടെ സൂക്ഷിക്കുന്നു. ഇത് പിന്നെ തഞ്ചാവൂർ ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ഇത് പത്മനാഭസ്വാമി ഇത് ഭയങ്കര മ്യൂറൽ പെയിൻറ്റിങ്സും അത് ഗ്ലാസ് പെയിൻറ്റിങ്. ഓക്കെ, ഇവിടെ കുറച്ച് ഡിം ലൈറ്റാണ് സൂക്ഷിക്കുന്നത്, അപ്പോൾ ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്നതെല്ലാം മാർബിളാണ്. ഇതെല്ലാം കിട്ടിയതാണോ? രാജസ്ഥാൻ മാർബിൾ ഗിഫ്റ്റ് കിട്ടിയതാണ് എല്ലാം. വളരെ ഭംഗി കേട്ടോ. ഡ്രസ്സിങ് ടേബിൾ, എന്ത് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ് ഈ ഡ്രസ്സിങ് ടേബിളിലുള്ളത്. സോ ബ്യൂട്ടിഫുൾ. ഇതുപോലെ ഒരു ഡ്രസ്സിങ് ടേബിൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായ വർക്ക് ആ കാലത്തെ രാജാവിൻ്റെ കുടുംബത്തിലെ ഡ്രസ്സിങ് ടേബിൾ, റോയൽ ഡ്രസ്സിങ് ടേബിൾ. പബ്ലിക് അനൗൺസ്മെൻറ്റ്, വിളംബരം ചെയ്യുന്ന ഡ്രംസ് ഇൻസ്ട്രുമെൻറ്റ്. ചൈനീസ് ഭരണികൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വേലി കെട്ടിയിരിക്കുക, ആരും ഒന്നും തൊടാൻ പാടില്ല, നമ്മൾ കാണാനേ പാടുള്ളൂ.
ഡോണ്ട് ടച്ച്, ഒന്നും നമ്മൾ സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ, ഇതൊക്കെ പ്രിസർവ് ചെയ്യണം. ഇതാണ് ഫുഡ് ഡോഗ് അല്ലേ, എന്താ പറയുക, ഒരു ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് വെച്ചിരുന്നത്. സ്റ്റോൺ ലയൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫുഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സിംബോളിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചൈനക്കാരുടെ ഒരു ലക്ക് ഫാക്ടർ പോലെയാണ് ഇത്. ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വയ്ക്കും. ഇമ്പീരിയൽ പാലസിൻ്റെയും ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെയും ടെമ്പിൾസിൻ്റെയൊക്കെ അതിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ വന്ന് കാണുക. അത്രയും മനോഹരമായ കാഴ്ചകളാണ് എല്ലാം. ഞാനിങ്ങനെ ഓരോ റൂം കടന്ന് വരികയാണ്. മഹാരാജാവ്, സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹം ഇവിടെ ഇതല്ല, ഈ മഞ്ചത്തിലല്ല ഇരിക്കുന്നത്, വേറൊരു ചെയറിൽ ഇരിക്കും. എന്നിട്ട് സദസ്സ് അദ്ദേഹം ക്ഷണിച്ച ആൾക്കാർ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ ചുറ്റുമിരിക്കും. നൃത്തമണ്ഡപമാണിത്, ഡാൻസിങ് ഹാൾ. അദ്ദേഹത്തിന് ഡാൻസ്, പാട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയായിരുന്നു, ഇൻസ്ട്രുമെൻസും ഒക്കെ. അങ്ങനെ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇടനാഴി, അതായത് പ്രിൻസസ് ഒക്കെ നടന്നു പോണ വഴി അല്ലേ. ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കിളിവാതിലുകളുണ്ട്. അതുവഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഈ കുതിരകളുടെ ഇമേജസ്. ഇങ്ങനെ കുതിര, ഇത് എത്ര കുതിര ഉണ്ടെന്നാ പറഞ്ഞത്? 122 കുതിരകൾ കൊണ്ടാണ് ഇതിന്റെ റൂഫ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുതിരമാളിക. ഇതിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇങ്ങനെ കാണാം. ജോയിന്റ് ഇല്ലാത്ത സിംഗിൾ പീസാണ് വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കുതിരകൾ. ഇത് റാണിമാര് നടക്കുന്ന വഴിയാണ്, പ്രിൻസസ് വല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് കിളിവാതിലൂടെ നോക്കുന്നത്. ആഹാ, പുറത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇവിടെ അകത്തിരുന്ന എല്ലാ കാര്യങ്ങളും പുറത്ത് കാണാമല്ലോ. ആര് വന്നാലും കാണാം, പുറത്തെ ആക്ടിവിറ്റീസ് എല്ലാം കാണാം. പക്ഷെ തിരിച്ചു കാണാൻ പറ്റില്ല, അത്ര നല്ല ഒരു അറേഞ്ച്മെന്റ് ആണ് ഇങ്ങനെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ കിളിവാതിൽ. അവിടെ ആർട്സ് സെക്ഷൻ ഭയങ്കര ലോങ് കോറിഡോർ. ഇത് മറ്റൊരു മനോഹരമായ ഒരു ഏരിയ ആണ്. നോക്കിയേ, ഇതിന്റെ റൂഫ് നോക്കിയേ, എൻറ്റയർലി ഡിഫറെന്റ്. ഇതൊരു ആഭരണ പെട്ടിയുടെ ഡിസൈനാണ്, ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മഹാരാജാവിന്റെ പണ്ഡിത സദസ്, അത് അസംബ്ലി ഹാൾ. സ്കോളേഴ്സുമായിട്ട് അദ്ദേഹം ഡിസ്കഷൻ നടത്തുന്ന സ്ഥലം. ഗരുഡൻ, വ്യാളി, ആന, തത്ത. തത്ത നോക്കുക, അപ്പണ്ണോ തല കുത്തൽ നിൽക്കുന്ന തത്ത. ഫ്ലവർ എല്ലാം ഡിഫറെന്റ്, ഓരോ ഫ്ലവറും ഡിഫറെന്റ് ആണ്. പിന്നെ ഈ ഓരോ തൂണും ഒറ്റത്തടിയാണ്, സിംഗിൾ പീസ്. ഇൻട്രിക്കേറ്റ് വർക്കാണ്, ഈട്ടിയിൽ ചെയ്ത, കൈ കൊണ്ട് ചെയ്ത വർക്കുകളാണ്. അപ്പൊ ഇത് രാജാവിന്റെ പണ്ഡിത സദസ്സിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് പണ്ഡിതന്മാരുടെ സ്ഥലമാണ് റോയൽ അസംബ്ലി ഹാൾ. ഇവിടെയും കിളിവാതിലുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലും എല്ലാം കുതിരയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. റൂഫ് കംപ്ലീറ്റ് കുതിരകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കുതിര മാളിക, അതാണ്. ചുണ്ണാമ്പും സുർക്കി മിശ്രിതം ചെയ്തിട്ട് ഇതിപ്പോ എന്താ പറയുക, ഹെർബൽ ഡൈ ആണ് കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത കോറിഡോറിലേക്ക് കണ്ടു. ഇവിടെ നോക്കുമ്പോൾ കുതിരയെ കാണാം. ഒറ്റത്തടിയിലാണ് കേട്ടോ, സിംഗിൾ പീസ് ഓഫ് വുഡിലാണ് ഈ കുതിരകൾ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്, ആ സൈഡിലെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു സൈഡ് തൊട്ട് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ഇതിങ്ങനെ ചുറ്റി കുതിരകളുടെ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കിളിവാതിലിൽ നിന്നുള്ള താഴേക്കുള്ള ദൃശ്യമാണ്. നമുക്കെല്ലാം ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇതാണ് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സംഗീത സദസ്. അപ്പം നൃത്തമണ്ഡപം നമ്മൾ കണ്ടു, പിന്നെ പണ്ഡിതന്മാരെ ഇരിക്കുന്ന അസംബ്ലി ഹാള് കണ്ടു. ദിസ് ഇസ് ദി മ്യൂസിക് ഹാൾ. മ്യൂസിക് കമ്പോസിംഗ് ചെയ്യാൻ മെഡിറ്റേഷൻ. അംബാരി മുഹബ്. ഓക്കെ, ആനയുടെ പുറത്തിരിക്കുന്ന മറ്റേ പല്ലക്ക് പോലെ അംബാരി, അതിന്റെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മ്യൂസിക് ഹാളിന്റെ അകത്തുള്ള ഒരു പോർഷനാണ്. അദ്ദേഹം ഇതിനകത്തിരുന്നാണ് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് കീർത്തനം. പത്മനാഭസ്വാമിയെ ധ്യാനിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവും ആ വാതായനത്തിലൂടെ കാണാം. സ്വർണ്ണ കൊടിമരവും ഗോപുരവും കാണാം. അദ്ദേഹം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ടുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കീർത്തനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇതുവഴി ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതൊരു സീക്രട്ട് റൂട്ടാണ്. ഈ വാതിൽ തുറന്നാൽ ഒരു ഷോർട്ട് കട്ട് പോലെ അദ്ദേഹത്തിന് മാത്രം പോകാൻ പറ്റുന്ന ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണ്. അതുവഴി അദ്ദേഹം ക്ഷേത്ര ദർശനവും നടത്തും. അപ്പം പത്മനാഭസ്വാമിയുമായിട്ട് ഡയറക്റ്റ് ഒരു ലിങ്ക് ഉള്ളൊരു ഏരിയ ആണ്.
സ്വാതിരുന്നാൾ മഹാരാജാവിന്. അദ്ദേഹം ഭയങ്കര ഒരു ഭക്തനായിരുന്നല്ലോ. അത് തിരുവിതാംകൂർ എല്ലാ മഹാരാജാക്കന്മാരും പത്മനാഭദാസന്മാരായിട്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇരമൻ തമ്പി എന്ന് പറയുന്ന ആസ്ഥാന കവിയാണ് സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ. ഇദ്ദേഹമാണ് സ്വാതിരുന്നാൾ മഹാരാജാവ് കുഞ്ഞായിരുന്നപ്പോൾ താരാട്ടുപാട്ടൊക്കെ രചിച്ചിരുന്നത്. അതായത് ഓമന തിങ്കൾ കിടാവോ, അത് നമുക്കറിയാമല്ലോ അല്ലേ, ഇരമൻ തമ്പി അദ്ദേഹം അദ്ദേഹത്തിന് രചിച്ചു. ഇതൊരു ഷോർട്ട്, പെട്ടെന്ന് ഞാൻ ഓടി നടന്ന് കണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സിബിഷൻ കംപ്ലീറ്റ് കാണാനുണ്ട്, ഈ എക്സിബിറ്റ്സ് എല്ലാം തന്നെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മ്യൂസിയം, പ്രൈസ്ലെസ്. എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. നേരിട്ട് കണ്ട് നമ്മുടെ ഹെറിറ്റേജ് ആണ് ഇതിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം ടെമ്പിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്നു. ഇവിടെ കുറച്ച് ടീം ഓഫ് ആൾക്കാരുണ്ട്. അവർ ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള അഡ്മിനിസ്ട്രേറ്ററും മാനേജറും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ ബിസിനസ്സും വന്ന് കണ്ട് ആസ്വദിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ചരിത്രവും എല്ലാം ഇതിനകത്ത്. അതാണ് നമ്മുടെ കുതിരമാളിക ഇൻ ഷോർട്ട്. ഇപ്പോൾ പുറമേ കാണുന്ന ബ്യൂട്ടിഫുൾ ആംബിയൻസ് മാത്രമല്ല, ഉള്ളിലെ മ്യൂസിയം പാർട്ട് മസ്റ്റായിട്ട് കണ്ടിരിക്കുന്നത്. ഞാനിത് താഴേക്ക് ഈ കുതിരമാളികയുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് അകത്തേക്ക് പോയിരിക്കുമായിരുന്നു. അയ്യോ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കൊരു ട്രഷറാണ് അതിനകത്തുള്ളത്. നമുക്ക് അതിനൊരു വിലയിടാൻ പറ്റാത്ത അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള, നമുക്ക് കണ്ടു കിട്ടാത്ത കുറേ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മ്യൂസിയമാണ് ശരിക്കും പറഞ്ഞാൽ എക്സിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സാറിനെ പരിചയപ്പെടുകയാണ്. സാറ് ശ്രീ സദാശിവൻ. അദ്ദേഹമാണ് കൺസൾട്ടൻ്റ് ഇവിടുത്തെ പ്രധാനമായിട്ട്. അദ്ദേഹം ഗുജറാത്തിൽ മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റിലെ സർ അവിടെ എന്ത് ക്യൂറേറ്ററായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നു? തമ്പുരാട്ടിമാര് ഇവിടേക്ക് അദ്ദേഹത്തിനെ ഈ വർക്ക് ഇവിടത്തെ അത്രയും നന്നായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനോടൊരു പാഷനോടുകൂടി ഇത് കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ അവരുടെയൊക്കെ മെയിൻ അഡ്വൈസർ സാറാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പം നമ്മളോടൊപ്പം തന്നെ വന്നാട്ടെ, എൻ്റെ കൂടെ എല്ലാം ഇരുന്നാട്ടെ, ബാലേന്ദ്ര സാർ കൂടെ വന്ന് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹത്തിനെ കാണണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് മീറ്റ് ചെയ്യേണ്ട ഒരാളാണ്. 30 വർഷമായിട്ട് ഈ പാലസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ട് എല്ലാം കാണിച്ചു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഇത് കാണാനായിട്ട് വരുന്നവർ ചെറിയൊരു പൈസയാണ് ഇവിടുത്തെ ടിക്കറ്റ്. ജസ്റ്റ് 70 റുപ്പീസാണ് ഇന്ത്യൻസിന് വാങ്ങുന്നത്. ഒരു എത്രിയൽ ഫീലിംഗ് ആണ്. നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലേക്കാണ് ഞാൻ പോയിട്ട് തിരിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. രാജ്യഭരണവും രാജാക്കന്മാരുടെ കാലവും ആ ഒരു ഗ്ലോറിയസ് ഗോൾഡൻ ഏജ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഡെമോക്രസി നിൽക്കുന്നു, അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയല്ല. എങ്കിലും ദാറ്റ് വാസ് എ ഗോൾഡൻ പീരീഡ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം അത്രയ്ക്കുണ്ട്, നമ്മൾ അത്രയും പ്രിസർവ് ചെയ്ത കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ ഹെറിറ്റേജാണ് അതൊക്കെ. ആ ഹെറിറ്റേജിനെ ഇപ്പോൾ പാലസ് ട്രസ്റ്റ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടീമായിട്ട് നിന്ന് ബേസിക്കലി ഞങ്ങള് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പാലസ് ട്രസ്റ്റിന്റെ പോളിസീസ് ഉണ്ട്. ആ പോളിസി ഞങ്ങള് ബിലീവ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഗവൺമെന്റ് ഒരു സപ്പോർട്ടും ഇല്ല. ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധമില്ല. ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കളക്ഷൻ തന്നെയാണ്. അതായത് ഈ ട്രസ്റ്റിൽ വരുന്ന ഇൻകം ടിക്കറ്റ് പിന്നെ സേവ് ദ ഡേറ്റിനെല്ലാം ഇവിടെ വന്നിട്ട് 5000 റുപ്പീസ് അടച്ചാൽ മതി. സേവ് ദ ഡേറ്റിന് ഈ പരിസരമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് കാണാൻ വരുന്ന ആൾക്കാർ ഈ മ്യൂസിയം കാണാനായിട്ട് അതിൻ്റെ ചെറിയ നോമിനൽ ആയിട്ടുള്ള, ഞാൻ ചോദിക്കുക 70 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ ഡെയിലി ഒരു 10, 200, 250 ആൾക്കാർ വന്ന് പോകുന്നുണ്ട് ഇവിടെ. പക്ഷെ അത്രയ്ക്കുണ്ട് കാണാൻ. അപ്പോൾ ഈ കുതിരമാളികയിലേക്ക് ഞാൻ വരാൻ ഇത്രയും വൈകിപ്പോയി എന്നുള്ളത് എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത്ര അടുത്ത് താമസിക്കുന്ന ഒരാളായിട്ട്. പക്ഷേ ഇന്നെങ്കിലും വന്നല്ലോ. എന്തായാലും അത് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ നോക്കുകയാണ്. ആ ഒരു എന്താ പറയുക, വരണം എന്നുള്ള ഒരു ഫീല് തരാൻ പോവാണ്. തീർച്ചയായിട്ടും വരണം. നമ്മുടെ ഹെറിറ്റേജാണിത്. ഒരു മസ്റ്റ് സീ ആൻഡ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പിയായി. ഓക്കെ. അപ്പോൾ യാദൃശ്യമായിട്ടാണെങ്കിലും കൊട്ടാര പരിസരത്ത് വെച്ചിട്ട് ട്രാവൻകൂർ ഫാമിലിയുടെ റോയൽ ഫാമിലിയിലെ യങ്ങസ്റ്റ് മെമ്പർ ശ്രീ ആദിത്യവർമ്മ
തമ്പുരാനെയും കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ഒരു മീറ്റിങ്ങിന് വന്നതാണ്. ഒരു ചെറിയ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു ഒരു കഫറ്റേറിയയുടെ. ഞാൻ കണ്ടു ആ ഭാഗത്ത്. അതിന് തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ കലാപരിപാടി എന്താണെന്ന് നോക്കുമായിരുന്നു. ഞാൻ അതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അതുപോലെ നമ്മൾ അന്ന് അവിടെ എയർപോർട്ടിൽ വെച്ചായിരുന്നു ലാസ്റ്റ് Vienna-യിൽ. ഫുൾ ഫാമിലി ഉണ്ടായിരുന്നല്ലോ അന്ന്, പ്രിൻസസും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇതൊരു വല്ലാത്ത ഒരു ഫീലാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്കത്. ഭയങ്കര ഒരു കുറ്റബോധം പോലെ. ഇത്രയും കാലം ഞാൻ വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഈ കുതിരമാളിക കണ്ടു. ഞാൻ പോയി കണ്ടു. സ്വാധീന മഹാരാജാവ്, ഗോപുരം കാണുന്ന, കൊടിമരം ഒക്കെ കാണുന്നത് ഭയങ്കര ഒരു ഫീലാണ്. ഹിസ്റ്ററി മൊത്തം അതിനകത്ത് ചരിത്രമാണല്ലോ. എന്താ പറയണ്ട, ആ ലീനേജ് ആണല്ലോ. അതൊക്കെ ഇപ്പോൾ രാജഭരണം ഉണ്ടെങ്കിൽ അടുത്ത നിങ്ങളൊക്കെ അല്ലേ യങ്ങസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓ ഷി ആർ വെരി പോപ്പുലർ. ഇവിടെ തിരുവനന്തപുരം സർക്കിൾസിലൊക്കെ പല സ്ഥലത്തും കാണുന്നുണ്ട്. കുറച്ച് സോഷ്യൽ മീഡിയയിലും കുറച്ച് ആക്റ്റീവാണ് അല്ലേ? കുറച്ച് ആക്റ്റീവാണ്. ഓക്കെ, എന്തായാലും ഇവിടെ വെച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെ കുതിരമാളികയിലെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലോങ് ഡേ. ഉച്ച ആയിട്ടില്ല, 11:30 മണിയായിട്ടുള്ളൂ. പക്ഷെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനും ചിത്രീകരിക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ഒരു ഹെറിറ്റേജ് വാക്ക് തന്നെ പറയാം. നമ്മൾ ഭഗവാന്റെ അവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുതിരമാളികയും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ വാസസ്ഥലമായിരുന്ന ഈ കുതിരമാളികയും ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ മ്യൂസിയവും ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു പോവുകയാണ്. അപ്പം നിങ്ങളോട് ഞാൻ വീണ്ടും പറയുവാണ്, തിരുവനന്തപുരത്ത് വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് ഈ കുതിരമാളിക. ക്ഷേത്രത്തിൽ വരിക, അതോടൊപ്പം ഒരു 70 rupees ടിക്കറ്റ് എടുത്താൽ മതി, വരാം, കാണാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പം ഇനി ഞാൻ പോകുന്നു. ഓക്കെ, ഇറങ്ങാം. രണ്ട് എൻട്രൻസിൽ കൂടെയും കയറി ഇറങ്ങുകയും ചെയ്യാം. ഇത് നമ്മൾ വന്നത് സൗത്ത് ഗേറ്റിൻ്റെ സൈഡിലൂടെയാണ് വന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഈസ്റ്റ് ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ്. ലേ ഔട്ട് ഇതെല്ലാം ബിൽഡിങ്ങിന്റെ പാർട്ടാണ്. 80 റൂംസ് ആണല്ലേ? 80 റൂംസിൽ 24 ഓപ്പൺ ആയി. ഇപ്പൊ 24 എണ്ണത്തിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ബാക്കി ഒന്നും ഓപ്പൺ അല്ല, അതെല്ലാം സൂക്ഷിക്കുന്നു. 80 റൂംസ് ഇങ്ങനെ കറക്റ്റായി. നമ്മളിങ്ങനെ നടന്ന് ഈസ്റ്റ് ഗോപുരത്തിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ രാവിലെ തൊഴാൻ പോയില്ലേ, പ്രാർത്ഥിക്കാൻ ആ സ്ഥലത്തില് ഗോപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇതിന്റെ ഈ ഭാഗത്താണ് നവരാത്രി സമയത്ത് പൂജയൊക്കെ വയ്ക്കുന്നത്. നവരാത്രി മണ്ഡപമായി മാറും. രാവിലെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഒരു കടയിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയില്ലേ, നേരെ ആ ഭാഗത്തേക്കാണ് ചെന്നത്. ഇതൊരു എൻട്രൻസ് ആണ് കേട്ടോ, ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കുതിരമാളികയുടെ പല മറ്റൊരു എൻട്രൻസ്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നേരെ കിഴക്കേ നടയിൽ നിന്നും കയറാൻ പറ്റും. അതെ, ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോറിനേഴ്സിന് 200, അഡൾട്ട്സിന് 70, കുട്ടികൾക്ക് 20. ചിത്രാലയം എന്ന് പറഞ്ഞ മ്യൂസിയം ഏരിയ നമ്മൾ വെച്ചിരിക്കുന്ന ഫോട്ടോ ഗാലറി വേറെ ഉണ്ട്. അത് ഞങ്ങൾ കയറിയില്ല. അത് രണ്ടിനും കൂടി ചേർത്തിട്ടാണ് ഈ പൈസ 100 rupees. ചിത്രാലയം അത് നമ്മളിപ്പോ കണ്ട കുതിരമാളിക. ചിത്രാലയം നമ്മൾ പോയില്ല. പുത്തൻമാളിക മ്യൂസിയം ആൻഡ് കുതിരമാളിക എല്ലാം കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് ഇതേ കിഴക്കേ നടയുടെ ഫ്രണ്ടിൽ ഇവിടെ കാണുന്ന തിരിച്ചു. തിരിച്ച് ഓട്ടോയിലാണ് പോകുന്നത്. തൊട്ടപ്പുറത്ത് നടക്കാനുള്ള ദൂരമുള്ളൂ, പക്ഷെ ഭയങ്കര വെയില്, രക്ഷയില്ല. ഇവിടുത്തെ തിരക്ക് നോക്കുള്ളൂ. ഈ റോഡിലെ നമ്മൾ രാവിലെ നടന്നു വന്ന വഴികളാണ്. നമ്മുടെ ഫിഷിന് ആഹാരം കൊടുത്തു, നമ്മൾ പൂ വാങ്ങിച്ചു, ഇതെല്ലാം ഈ റോഡിലാണ്. ഇപ്പോഴത്തെ തിരക്ക് വെയിലാണ്, എന്നിട്ട് പോലും ആൾക്കാർ ഷോപ്പിംഗ്, സ്ട്രീറ്റ് ഷോപ്പിംഗ്, ഭയങ്കര. ഇതിപ്പോ ഞങ്ങളുടെ കോളനിക്ക് അകത്തും ഇപ്പൊ കടകൾ തുടങ്ങിയതാണ് തോന്നുന്നത്. ഈ ഒരു റോഡ് കംപ്ലീറ്റ് റോഡ് സൈഡ് കച്ചവടക്കാരെ കൊണ്ട് പറഞ്ഞു. യെസ്, വീടെത്തി.